നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മേക്ക് ഓവർ ഒരു എൻഗേജ്മെന്റ് മേക്ക് ഓവർ ആട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കണ്ണൂരാണുള്ളത്, എൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മുടെ ബ്രൈഡിന്റെ വീട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആട്ടോ. അപ്പോൾ ബ്രൈഡ് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രൈഡിന്റെ പേര് ജിനുഷ എന്നാണ്. അപ്പോൾ നമുക്ക് ബ്രൈഡിന്റെ മേക്ക് ഓവർ കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ടോണിക് മിസ്റ്റ് ആട്ടോ കൊടുക്കുന്നത്. ഇത് PACൻ്റെ ടോണിക് മിസ്റ്റാണ്. ഇത് നമ്മുടെ സ്കിന്നിലെ എക്സസ് ആയിട്ടുള്ള ഓയിലുകളൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഓൾ സ്കിൻ ടൈപ്പാണ്. നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസറാണ്. ഞാൻ മേക്കപ്പ് സ്റ്റുഡിയോൻ്റെ മോയ്സ്ചറൈസർ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇതൊരു നോർമൽ ടു ഡ്രൈ സ്കിന്നിന് നല്ലതാണ്. ഭയങ്കര ഓയിലി സ്കിന്നിന് മാത്രം യൂസ് ചെയ്യേണ്ട, കാരണം അത് നന്നായിട്ട് ഹൈഡ്രേഷൻ തരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. നല്ല തിക്കാണ്. അതുകൊണ്ട് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആട്ടോ ഇത്. നെക്സ്റ്റ് നമ്മൾ ഐബ്രോസ് ആട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ യൂറോ ഗേളിൻ്റെ ഒരു ഐബ്രോ പാലറ്റാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പൗഡർ പാലറ്റാണ്. ഞാൻ കൂടുതലും പൗഡർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യാറ്. കാരണം ഭയങ്കര തിന്നായിട്ടുള്ള ഒട്ടും ഹെയർ ഇല്ലാത്തവർക്ക് മാത്രമേ നമ്മൾ ജെല്ല് വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്തവർക്ക് നമ്മൾ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് പൗഡർ വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുത്താലും നല്ല നാച്ചുറൽ ലുക്കിൽ ഭംഗിയിലിരിക്കും കേട്ടോ. ഞാൻ ബ്രൗൺ ആണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ബ്രൗൺ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നാച്ചുറൽ ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ ഐബ്രോസ്. അപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലെൻസ് വെക്കുന്നുണ്ട്. ഇത് അക്വ കളറിൻ്റെ പ്യുവർ ഹേസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാട്ടോ. എല്ലാ സ്കിൻ ടോണിനും പറ്റുന്ന ഒരു ഷെയ്ഡാണ് പ്യുവർ ഹേസൽ. കാരണം ചെറിയ കണ്ണുകൾ ഉള്ളവർക്ക് ലെൻസ് വെച്ചിട്ട് നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഐ ഭയങ്കര പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, നമുക്ക് കുറച്ചും കൂടെ വലിപ്പം തോന്നിക്കും കേട്ടോ. നെക്സ്റ്റ് ഞാൻ സിനിമ സീക്രട്ടിൻ്റെ ഒരു ഫൗണ്ടേഷൻ പാലറ്റ് വെച്ചിട്ടാണ് ഐബ്രോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ സ്കിൻ ടോണിനേക്കാളും ഒരു പൊടിക്ക് ഫെയർ ആയിട്ടുള്ളൊരു ഒരു ഫൗണ്ടേഷൻ വെച്ചിട്ട് ഐബ്രോൻ്റെ അടിയിൽ ജസ്റ്റ് കറക്റ്റ് ഐബ്രോൻ്റെ അടിയിൽ കൂടെ ലൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഐബ്രോ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ, കുറച്ചും കൂടെ എടുത്ത് നിൽക്കും. അതേപോലെ തന്നെ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് താഴേക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതും കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം. നല്ല കറക്റ്റ് ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഹുദ ബ്യൂട്ടീൻ്റെ ബ്യൂട്ടി ബ്ലെൻഡറാണ്. നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര ഈസി ആട്ടോ. നെക്സ്റ്റ് ഞാൻ കൺസീലർ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഫിറ്റ്മീൻ്റെ കൺസീലറാണ്. ഷെയ്ഡ് വന്നിട്ട് 50. ഒത്തിരി റേറ്റിൻ്റെ ഒന്നുമല്ല, 599 ഉള്ളൂ. നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിലും റേറ്റ് കുറവിൽ കിട്ടും. ഞാൻ എല്ലാം നേരിട്ട് തന്നെ പ്രൊഡക്റ്റ് എടുക്കാറുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ ലിങ്കൊന്നും കൊടുക്കാത്ത കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്നൊരു കൺസീലറാണ്. അതേപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനും പറ്റുന്ന കൺസീലറാണ് കേട്ടോ. നമുക്കിപ്പോൾ ഓറഞ്ച് ക്യാരക്ടർ ഒന്നും യൂസ് ചെയ്യേണ്ടെന്നാണെങ്കിൽ നമുക്ക് ഇതേപോലൊരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് ഈ കൺസീലർ ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ടാറ്റേൻ്റെ കൺസീലർ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഫിറ്റ്മീൻ്റെ കൺസീലർ ഇട്ടല്ലോ, അപ്പോൾ അതിൻ്റെ മേളിൽ ഞാൻ കുറച്ചും ഒരു ലെയറും കൂടി ഇടുന്നുണ്ട്. കാരണം ഫിറ്റ്മീൻ നമുക്ക് ഭയങ്കര ക്രീമി ടെക്സ്ചറാണ്. അപ്പോൾ എത്രത്തോളം ഭയങ്കര ലാസ്റ്റിംഗ് ഉണ്ടാവില്ല, കാരണം ബ്രൈഡല്ലേ, അപ്പോൾ നമുക്ക് ലാസ്റ്റിംഗ് എന്തായാലും വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടാറ്റിൻ്റെ കൺസീലർ വെച്ചിട്ട് ഒന്നും കൂടെ ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടാറ്റിൻ്റെ കൺസീലറും കൂടെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല കവറേജ് കിട്ടും കേട്ടോ. നമുക്ക് നല്ല കവറേജുമാണ്, അതേപോലെ നല്ല ലാസ്റ്റിംഗുമാണ് ടാറ്റിൻ്റെ കൺസീലർ. അങ്ങനെ നമ്മൾ കൺസീലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പ് ആരലിൻ്റെ ട്രാൻസ്ലൂഷൻ സെറ്റിംഗ് പൗഡർ വെച്ചിട്ടാട്ടോ സെറ്റ് ചെയ്യുന്നത്. ഇത് വാട്ടർ പ്രൂഫ് സെറ്റിംഗ് പൗഡർ ആട്ടോ. ഭയങ്കര മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി സെറ്റിംഗ് പൗഡറാണ്. ഇപ്പോൾ ഭയങ്കര സ്വെറ്റ് ആവുന്ന ആൾക്കാരാണ്, അതേപോലെ നല്ല ലാസ്റ്റിംഗ് വേണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്ലൂഷൻ പൗഡർ യൂസ് ചെയ്താൽ മതി. അടിപൊളിയായിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പാണ് ചെയ്യുന്നത്. ഞാൻ PACൻ്റെ ഒരു ന്യൂട്രൽ ഷെയ്ഡിൻ്റെ ഐ ഷാഡോ പാലറ്റ് വെച്ചിട്ടാണ് ഐ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഷെയ്ഡുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്, ഏത് ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഐ മേക്കപ്പ് ചെയ്യേണ്ടതെന്നും കളറൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും. അതായത് നമ്മുടെ കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് ഞാൻ കൊടുക്കുന്നത്. ഒരു ചെറിയൊരു സ്മോക്കി എഫക്റ്റ് ആയിട്ടുള്ള ഐ മേക്കപ്പാട്ടോ ചെയ്യുന്നത്. ഒരു കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡും, അതേപോലെ നമ്മൾ ക്രീസ് ലൈനിൽ ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒത്തിരി ഡാർക്ക് ഷെയ്ഡ് ക്രീസ് ലൈനിലേക്ക് കൊടുക്കരുത്. ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ട് മാത്രമേ ക്രീസ് ലൈൻ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഒരു ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ഐലിഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ കുറച്ചും കൂടെ വലിപ്പം തോന്നിക്കണം. ചെറിയ കണ്ണൊക്കെ ആണെങ്കിൽ കണ്ണിന് വലിപ്പം തോന്നിക്കാൻ ഈ ഒരു ടൈപ്പ് ഐ മേക്കപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണിന് കുറച്ചും കൂടെ ഒരു വലിപ്പം തോന്നിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഐലിഡിൽ കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഒന്നും കൂടി ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ ലിഡിൽ ആ ലൈറ്റർ ഷെയ്ഡും ഇട്ട് കഴിയുമ്പോൾ രണ്ടും കൂടെയുള്ള സെപ്പറേഷൻ നമുക്ക് ഫീൽ ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് രണ്ടും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ.
നെക്സ്റ്റ് നമ്മൾ ഐലിഡിൽ ഒരു ലൈറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്തല്ലോ, അപ്പോൾ അതിൻ്റെ മേളിൽ കുറച്ച് ഒരു ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണിന് കുറച്ചും കൂടി അട്രാക്ഷൻ ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഭയങ്കര ഗ്ലിറ്റർ അല്ല, ചെറിയ ചെറിയ ഗ്ലിറ്റേഴ്സ് ഉള്ള ഇതായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ആ ലിഡിൻ്റെ അവിടെ മാത്രം, ആ ഒരു കോർണറിൽ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഫുള്ള് ഞാൻ ഗ്ലിറ്റർ ഇടുന്നില്ല, ആ ഒരു കോർണർ മാത്രമേ ഗ്ലിറ്റർ ഇടുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ അപ്പർ ലാഷിൽ ഇതേപോലെ ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഐ ലൈൻ ചെയ്യില്ലേ, അപ്പോൾ ആ ഒരു ഭാഗത്ത് നന്നായിട്ടൊന്ന് ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഷുഗറിൻ്റെ ജെൽ ഐലൈനർ വെച്ചിട്ടാണ് കണ്ണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നല്ല ലാസ്റ്റിംഗ് ഉള്ള ജെൽ ഐലൈനറാണ്. അതേപോലെ സ്പ്രെഡ് ആവുമൊന്നുമില്ല. നമുക്ക് ഇപ്പം സ്മജ് ചെയ്തെടുക്കാനാണെങ്കിലും സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജെൽ ഐലൈനറാണ്. ഞാൻ ഒത്തിരി നാളായിട്ട് യൂസ് ചെയ്യുന്നത് ഷുഗറിൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ PACൻ്റെ ജെല്ലിൻ്റെ ഐലൈനറും ബെസ്റ്റാണ്, നല്ല ലാസ്റ്റിങ്, അതേപോലെ നല്ല ബ്ലാക്ക് കളറും ആട്ടോ. ഞാൻ വേറെയും കുറേ ബ്രാൻഡ്സിൻ്റെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്കൊന്നും സെറ്റായില്ല. എല്ലാം ഭയങ്കര സ്മജ് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ഷുഗറിൻ്റെ അല്ലെങ്കിൽ PACൻ്റെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഐലൈനർ ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഐലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ ടൈം വെക്കരുത്, അതിന് മുന്നേ നമ്മൾ സ്മജ് ചെയ്യണം കേട്ടോ. കാരണം ഇത് നന്നായിട്ട് സെറ്റാവും. അപ്പോൾ ആ സെറ്റാവാൻ ടൈം കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ലാഷസ് ആയിട്ട് വെക്കാൻ പറഞ്ഞാൽ യൂറോ പാരിസിൻ്റെ 42 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ ലാഷസ് ആണ് യൂസ് ചെയ്യുന്ന ഗ്ലൂ PACൻ്റെ ഗ്ലൂ ആട്ടോ. നല്ല ഗ്ലൂ ആണ്, നല്ല സ്റ്റിക്കായിട്ടിരുന്നോളൂ, അങ്ങനെ ഇളകി വരും ഒന്നുമില്ല. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലൂ PACൻ്റെ തന്നെ ആട്ടോ. എനിക്ക് വേറെ ഒന്നും യൂസ് ചെയ്തിട്ട് സെറ്റായിട്ടില്ല. PACൻ്റെ ഗ്ലൂ തന്നെയാണ് എനിക്ക് എപ്പോഴും ബെറ്ററായിട്ട് തോന്നുന്നത് കേട്ടോ. ഞാനതൊരു ഫാൻ വെച്ചിട്ടൊന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കണ്ണിൻ്റെ അടിയിൽ വീണ എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മളിനി മേക്കപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ ഗ്ലിറ്റേഴ്സൊക്കെ വീണിട്ടുണ്ടാവും കണ്ണിൻ്റെ അടിയിൽ. അപ്പോൾ ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അത് തുടച്ച് കളയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് പ്രൈമർ ഇട്ടിട്ട് വേണം നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ. ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് പ്രോ കൺസീലറാണ്. പ്രോ കൺസീലർ ഓറഞ്ച് കറക്ടർ LA ഗേളിൻ്റെ ആട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല പിഗ്മെൻറ്റേഷനാണ്, അതേപോലെ തന്നെ നന്നായിട്ട് സെറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും പ്രോ കൺസീലർ. LA ഗേളിൻ്റെ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് ഞാൻ കണ്ണിൻ്റെ അടിയിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം കണ്ണിൻ്റെ അടിയിലും അപ്പർ ലിപ്പിൻ്റെ അവിടെയും ആ ലിപ്പിൻ്റെ ഏരിയയിലും ചീക്കിൻ്റെ അവിടെയൊക്കെ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓറഞ്ച് കറക്ടർ ഇട്ടാൽ മതി, ഇല്ല നിങ്ങൾക്ക് നേരെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൺസീലറൊക്കെ കൊടുത്താൽ മതി. ഇതിപ്പോൾ പിഗ്മെൻറ്റേഷൻ ഉള്ള സ്കിന്നിന് നമ്മൾ ഇതേപോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് വേണം ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് നോക്കുമ്പോൾ ഭയങ്കര ഒരു ക്ലിയർ സ്കിന്നൊരു വ്യൂ കിട്ടത്തില്ല, നമുക്ക് എപ്പോഴും ഒരു പിഗ്മെൻറ്റഡ് ആയിട്ട് തന്നെ തോന്നും. അപ്പോൾ നന്നായിട്ട് ഞാൻ ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഫിറ്റ്മീൻ്റെ കൺസീലർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഓറഞ്ച് കറക്ടറിൻ്റെ മേളിൽ നേരെ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഓറഞ്ച് അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് ഫേസിന് തോന്നിക്കും. അപ്പോൾ അങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഒന്ന് കൺസീൽ ചെയ്തിട്ട് കളറൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓറഞ്ച് കളർ ഷെയ്ഡ് ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഷൻ ഇടുമ്പോൾ നല്ല ടോണിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ കൺസീൽ ചെയ്യുന്ന ബ്രഷ് ഇതാട്ടോ, ഈ ബ്രാൻഡിൻ്റെ ബ്രഷാണ്. ഞാൻ ബ്രാൻഡും കാണിക്കുന്നുണ്ട്, ഷെയ്ഡും കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ ഒന്നും കൂടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണിൻ്റെ അടിയിൽ ഇട്ട കൺസീലർ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് കണ്ണിൻ്റെ അടിയിൽ ആ ഓറഞ്ച് കറക്ടറിൻ്റെ ആ ഒരു കളറൊക്കെ നന്നായിട്ട് പോയി. എൻ്റെ മേളിൽ ഞാൻ ടാർട്ടിൻ്റെ കൺസീലറും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഇല്ല, ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കണ്ണിൻ്റെ അടിയിൽ ചെയ്ത പോലെ തന്നെ അപ്പർ ലിപ്പിൻ്റെ അവിടെയും കൂടെ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫൗണ്ടേഷൻ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് ഷോപ്പാരലിൻ്റെ എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡും അതേപോലെ തന്നെ K2Pൻ്റെ 02 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പ്രൈമറായിട്ട് നമ്മുടെ അക്വാഗ്രിപ്പിൻ്റെ പ്രൈമർ ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല, ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫൗണ്ടേഷൻ മേക്കപ്പ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൈമർ ആട്ടോ അത്. അക്വാഗ്രിപ്പ് എന്ന് പറഞ്ഞ പ്രൈമർ, അതിൻ്റെ ലിക്വിഡാണ് അത്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി. അടിപൊളിയായിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് മാഴ്സിൻ്റെ ആട്ടോ. മാഴ്സിൻ്റെ ഫൗണ്ടേഷൻ ബ്രഷാണ്. അടിപൊളിയായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഭയങ്കര എനിക്ക് ഫേവററ്റ് ആയിട്ടുള്ള എൻ്റെ ഫൗണ്ടേഷൻ ബ്ലെൻഡിങ് ബ്രഷ് ഇതാട്ടോ. ഭയങ്കര രസമായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നല്ല കവറേജുമാണ് നമ്മൾ ബ്രഷും കൊണ്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പം. നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡറിനേക്കാളും ബ്രഷും കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കവറേജ് കൂടുതൽ കിട്ടുന്നത് കേട്ടോ. അതേപോലെ നെക്കിൽ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഞാൻ എപ്പോഴും ഫൗണ്ടേഷൻ ബ്രഷിൽ ബ്ലെൻഡ് ചെയ്താലും ലാസ്റ്റ് ഞാനൊന്ന് നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പോകുന്നോളും, നമുക്ക് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. ഇപ്പോൾ ഈ കവള് ഞാൻ വീർപ്പിച്ച് പിടിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് വേറൊന്നുമല്ല, നമുക്ക് സ്മൈൽ ലൈൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ കവള് വീർപ്പിച്ച് പിടിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുവാണെങ്കിൽ അതിന് കുറച്ചൊരു ഇത് കുറവ് കിട്ടും കേട്ടോ. അതേപോലെ നമ്മൾ ഫോർഹെഡിലും നോസിലും ചിന്നിലൊക്കെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നമ്മൾ പൗഡർ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പൗഡർ കണ്ണിൻ്റെ അടിയിൽ സെറ്റ് ചെയ്താലും സെറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ അടിയിൽ കണ്ണിലടിയിൽ ലൈൻസ് വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാവുള്ളൂ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഷോപ്പാരലിൻ്റെ വാട്ടർ പ്രൂഫ് ട്രാൻസ്ലൂഷൻ പൗഡർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കണ്ണിൻ്റെ അടിയിലും നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് ഈ പൗഡർ ശരിക്കും പറഞ്ഞാൽ ഫൈൻ ലൈൻസൊക്കെ ഒത്തിരി കുറവേ തോന്നിക്കത്തുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫൈൻ ലൈൻസൊക്കെ ഭയങ്കര കുറവായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. പൗഡർ നന്നായിട്ട് സെറ്റാവും. അതേപോലെ തന്നെ ലാസ്റ്റ് ചെയ്യാനും അടിപൊളിയായിട്ടുള്ള പൗഡറാണ് കേട്ടോ. ഇനി നമ്മൾ ഫേസിലാണ് പൗഡർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. മാക്കിൻ്റെ പൗഡർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഷെയ്ഡ് വന്നിട്ട് NC43.5 അതേപോലെ NC41 കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ ഷെയ്ഡും കയ്യിൽ വേണമെന്നില്ല. ഒരു ഫെയർ, മീഡിയം, ഡാർക്ക് അങ്ങനെ ഒരു ഷെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്കിന്നിനും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാ ഷെയ്ഡും മേടിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. അതേപോലെ ഫൗണ്ടേഷൻ ആണെങ്കിലും ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തില്ല, ഇതൊന്ന് മിക്സ് ചെയ്ത് അതേപോലെ തന്നെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഫേസിൽ നെക്കിൽ ഞാൻ നന്നായിട്ട് പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നന്നായിട്ട് ഞാൻ പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്, ഭയങ്കരമായിട്ട് എല്ലാവരും സ്വെറ്റ് ആവുന്നത് കൊണ്ട്. പിന്നെ നിങ്ങൾ സ്കിന്ന് നോക്കിയിട്ട് വേണം പൗഡർ സെറ്റ് ചെയ്യാൻ. ഡ്രൈ സ്കിന്നുകാർക്ക് ഒത്തിരി യൂസ് ചെയ്യരുത് കേട്ടോ. ഇനി നമ്മൾ കണ്ണിൻ്റെ ലോവർ ലാഷ് ലൈനിൽ ജസ്റ്റ് ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കണ്ണ് എഴുതുന്നില്ല, കണ്ണ് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് അതേപോലെ തന്നെ മസ്കാര ഇട്ടിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. കണ്ണിൻ്റെ അടിയിൽ നമ്മൾ എഴുതുന്നില്ല. ഇനി നമ്മൾ കോണ്ടൂർ ആട്ടോ ചെയ്യുന്നത്. ഞാൻ മാക്കിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ കോണ്ടൂർ ചെയ്യുന്നത്. എപ്പോഴും ഞാൻ പൗഡർ കോണ്ടൂർ ആട്ടോ ചെയ്യാറ്. നമ്മൾ ചീക്കിലും ജോ ലൈനിലും നോസിലൊക്കെയാണ് നന്നായിട്ട് കോണ്ടൂർ ചെയ്യുന്നത്. കാരണം ഫേസിൻ്റെ നമുക്കൊരു ആ ഒരു ചബ്ബിനെസ് കുറയ്ക്കാനും കുറച്ചും കൂടെ ഒന്ന് മെലിഞ്ഞൊരു ഫീലിംഗ് തോന്നിക്കാനും കോണ്ടൂർ ചെയ്യുന്നത് നല്ലതാട്ടോ. ഇനി നമ്മൾ നോസ് കട്ടാട്ടോ ചെയ്യാൻ പോകുന്നത്. അതായത് ചെറിയ നോസൊക്കെ ഉള്ളവർക്ക് ഇതേപോലെ നമ്മൾ നോസ് ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു നീളമുള്ളൊരു ഷേപ്പുള്ള ഭയങ്കര ഷാർപ്പായിട്ടുള്ളൊരു നോസുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ നോസിലും ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ബ്ലഷ് ആട്ടോ യൂസ് ചെയ്യുന്നത്. മിലാനിൻ്റെ ക്രീം ബ്ലഷാണ്. ഭയങ്കര രസമാണ് ഈ ബ്ലഷ് യൂസ് ചെയ്യുമ്പോൾ. ഭയങ്കര ഒരു നാച്ചുറൽ ഒരു ഭയങ്കര ഗ്ലോ ഉള്ള പോലെ ഫീൽ ചെയ്യും കേട്ടോ. അതുപോലെ നമുക്ക് ഫേസിനെ കുറച്ച് ചബ്ബി ഫേസ് ഉള്ളവർക്ക് ഒരിക്കലും നമ്മൾ ബ്ലഷ് കവളിൻ്റെ അങ്ങോട്ട് ഒത്തിരി ഇടരുത്. ജസ്റ്റ് ആ ഒരു ഏരിയയിൽ മാത്രം മുകളിലേക്ക് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാവുള്ളൂ, ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്യാവുള്ളൂ. കവളിലേക്ക് വന്നു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ചീക്കുള്ള പോലെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ നോസിലും അതേപോലെ ചിന്നിലും ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഹൈലൈറ്ററാണ് അപ്ലൈ ചെയ്യുന്നത്, യൂറോപ്പ് ഗേളിൻ്റെ ഹൈലൈറ്റർ ആട്ടോ അത്. അപ്പോൾ ഞാൻ ഐബ്രോൻ്റെ അടിയിലൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐബ്രോ ഒന്നും കൂടെ ഡിഫൈൻ ചെയ്ത് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതേപോലെ നോസിലും സെൻറ്ററിലൊന്ന് ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നോസിൻ്റെ ആ ഒരു ഷാർപ്നെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ഞാൻ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. മെബിലൈൻ്റെ മസ്കാര വാട്ടർ പ്രൂഫ് മസ്കാര ആട്ടോ. നല്ല മസ്കാരയാണ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് നമുക്കിപ്പം കണ്ണ് കരഞ്ഞാലും അങ്ങനെ സ്പ്രെഡ് ആവത്തില്ല. അപ്പം ഞാൻ കണ്ണിൻ്റെ അടിയിലും മേളിലും നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ കണ്ണിൻ്റെ തന്നെ ഇന്നർ കോർണറിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണ് എഴുതാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന PACൻ്റെ മൈക്രോ ഫിക്സിങ് സ്പ്രേ വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പൗഡറി ഫീലൊക്കെ നന്നായിട്ട് സെറ്റ് ആവാനൊക്കെ ഈ സെറ്റിംഗ് സ്പ്രേ നല്ലതാണ്. ഇനി നമ്മൾ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ലിപ്പ് ലൈനർ യുണീക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡാട്ടോ. ഭയങ്കര രസമുള്ള ഷെയ്ഡാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുള്ള ഷെയ്ഡാട്ടോ. എല്ലാ സ്കിൻ ടോണിനും അടിപൊളിയായിട്ട് പോകുന്നൊരു ഷെയ്ഡാട്ടോ. ഡാർക്ക് സ്കിൻ ആണെങ്കിലും മീഡിയം ആണെങ്കിലും ഫെയർ ആണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ പോകുന്നൊരു ഷെയ്ഡാണ് ഈ ബ്രിക്ക് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. അപ്പോൾ ഞാനൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഷുഗറിൻ്റെ വെറോണിക്ക മാഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷെയ്ഡ് വെച്ചിട്ട് ലിപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്കിൻ, അതായത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഉള്ളവർക്ക് ഒരു മീഡിയം സ്കിൻ ടോണിനൊക്കെ ഒന്നും കൂടെ നമുക്ക് സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഷെയ്ഡാട്ടോ ഇത്. ഭയങ്കര രസമുള്ള ഷെയ്ഡാണ്. അതേപോലെ അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രൈഡിൻ്റെ ഫേസ് മേക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയി കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ പോയി ഇവൻ ടോണായി സ്കിന്നൊക്കെ. ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ ഒരു കളർ റെഡ് പൊട്ടും കൂടെ വെച്ച് കൊടുത്തപ്പം സെറ്റായി അല്ലേ?
താങ്ക് യു. പിന്നെ ഹെയർ ചെയ്യാം. കണ്ടീഷൻ ഇടാം. ബ്രൈഡ് ഇത് ഫുൾ മേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് മിററിലേക്ക് നോക്കിയത്. ബ്രൈഡ് ഡബിൾ ഹാപ്പി ആയിരുന്നു. ബ്രൈഡ് ഉദ്ദേശിച്ച പോലെയൊക്കെ തന്നെയായിരുന്നു വന്നത്. ബ്രൈഡ് ഓൾറെഡി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വേണ്ടതെന്ന്. അപ്പോൾ അതനുസരിച്ച് തന്നെയായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തത്. അപ്പം നമ്മൾ ഓർണമെൻറ്റ്സ് ഇട്ട് കൊടുത്തു. ഡ്രസ്സിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് എപ്പോഴും ബെറ്റർ. ഇനി നമ്മൾ ഹെയർ ആട്ടോ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ ഹെയർ ക്രിമ്പ് ചെയ്യാണ്. വെലോസിറ്റിൻ്റെ ക്രിമ്പർ വെച്ചിട്ടാട്ടോ ഞാൻ ക്രിമ്പ് ചെയ്യുന്നത്. ചെറിയ ചെറിയ സെക്ഷൻ എടുത്തിട്ട് ക്രൗൺ പോർഷൻ മാത്രം ഹെയർ ക്രിമ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബ്രൈഡിന് മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ വർത്താനം പറയാൻ പറ്റാത്തതിൻ്റെ എല്ലാം ഹെയർ ചെയ്യാൻ നേരത്ത് വർത്താനം പറഞ്ഞ് തീർക്കുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങളും, ചേച്ചി നേഴ്സാണ് പുറത്താട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു കേട്ടോ ഈ വർക്ക്. ഒത്തിരി വർത്താനം പറയാൻ ഇഷ്ടമുള്ള ആളായിരുന്നു കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒട്ടും വിട്ടുകൊടുത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കുറേ വർത്താനം പറഞ്ഞു. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ബ്രൈഡിൻ്റെ ഗ്രൂമിനെ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഈ ഫുഡ് കൊടുക്കുന്നതാട്ടോ എൻ്റെ മമ്മി എൻ്റെ മമ്മി ആട്ടോ അത്. ഇപ്പോൾ മമ്മി ഫുഡും കൊണ്ട് വന്ന ബ്രൈഡിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒത്തിരി കുറേ നേരം ഞങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇത് കഴിഞ്ഞ് നേരെ ഫോട്ടോഷൂട്ടിന് പോവാം ബ്രൈഡ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മമ്മി ഫുഡും കൊണ്ട് വന്ന ആട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഹെയർ സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാൻ ഹെയർ എപ്പോഴും ചെയ്യുമ്പോൾ ബ്രൈഡ്സിന് ഞാൻ മേക്കപ്പ് കഴിയുമ്പോൾ ഹെയറാണ് ചെയ്യുന്നത്. അപ്പോൾ ഹെയർ ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി അപ്പം തന്നെ ഒരു ട്രയൽ കൊടുക്കാറുണ്ട്. ബാക്കിലേക്കും സൈഡിലേക്കും സെൻറ്ററൊക്കെ ചെയ്ത് നോക്കും ഏതാണ് ഏറ്റവും ബെറ്ററായിട്ട് ചേരുന്നത്. അതേപോലെ ബ്രൈഡിന് ഏതാണ് ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ലൈൻസ് ഇട്ടിട്ട് ഓപ്പൺ ഹെയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ തീരുമാനിച്ചത്. എന്നോട് കുറേ പേര് ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ 1-2 വീഡിയോസിലായിട്ട് ഞാൻ ഹെയർ സ്റ്റൈലിംഗ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാം, ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടംപോലെ മേക്കപ്പ് വീഡിയോസും ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോസാണ് കേട്ടോ. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇനി ഇതേപോലെ അടിപൊളി മേക്കപ്പ് വീഡിയോസും ഹെയർ സ്റ്റൈൽ വീഡിയോസൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഹെയർ സ്റ്റൈലിങ്ങിലേക്ക് കടക്കാം. ഞാൻ ആദ്യം ക്രൗൺ പോർഷൻ ജസ്റ്റ് ഒന്ന് സെക്ഷൻ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കിൽ കേൾസ് കൊടുത്തിട്ടാണ് എക്സ്റ്റൻഷനും കൂടെ വെച്ചിട്ടാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിൽ ഏറ്റവും അടിയിൽ ചെറിയൊരു സെക്ഷൻ എടുത്തിട്ട് ഫുള്ളൊന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന കളർ ഐക്കോണിക്കിൻ്റെ ഐക്കോണിക്കിൻ്റെ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അടിയിലെ ആ ഒരു സെക്ഷൻ ഹെയർ നന്നായിട്ട് ചെറിയ ചെറിയ സെക്ഷൻ എടുത്തിട്ട് കേൾ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ആ കേൾസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ ടാഫ്റ്റിൻ്റെ നമ്പർ 5 ബ്ലാക്ക് കളർ ബോട്ടിൽ സെറ്റിംഗ് സ്പ്രേ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ സെക്ഷനും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കേൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു പോർഷനിലായിരിക്കും ഹെയർ എക്സ്റ്റൻഷൻ വെക്കുന്നത്. അപ്പം അതിൻ്റെ അടിഭാഗവും നമ്മൾ ഹെയർ വരുന്ന ഭാഗങ്ങൾ നന്നായിട്ട് കേൾ ചെയ്ത് സ്പ്രേ ചെയ്ത് വിടണം. ഇല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞിട്ട് അടിഭാഗത്ത് സ്പ്രേ ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ കേൾസ് പോയിട്ട് നമ്മുടെ എക്സ്റ്റൻഷനേക്കാളും താഴത്തേക്ക് ആ ഒരു ഹെയർ വെറുതെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ എല്ലാ ഹെയറും നന്നായിട്ട് ഹെയർ കേൾ ചെയ്തിട്ട് സ്പ്രേ അടിച്ചു കൊടുക്കണം കേട്ടോ. നോക്കിയേ സൂപ്പറായിരിക്കും. ക്യാമറ നോക്കിയേ എന്താണ് ഇത്രയും താടി? ഇന്നലെ താടി ഷേവ് ചെയ്തില്ല സാർ. കൈയാണിച്ചേ എങ്ങനെയുണ്ട് ഗോയ്സ്? നൈസ് അല്ലേ? എല്ലാവരും അങ്ങനെ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുവാണെങ്കിൽ വീഴുന്ന കണ്ട് ഞങ്ങൾ മണാലി പോയിട്ട് സ്നോ വീഴുന്ന കാണാൻ ഓൾറെഡി അവിടെ, പക്ഷെ വീഴുന്ന കാണാൻ ദൂരെ വീഴുന്ന കാണുന്നല്ലാതെ അടുത്ത് കണ്ടില്ല. ഞങ്ങളന്ന് എനിക്കൊന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഞാൻ അവിടെ ഞാൻ രണ്ടുപേരും ഒന്നിച്ച് നൈറ്റ് ചെയ്യുന്നു. ഒരാള് ഞങ്ങൾ 3 പേരും ഒരു വീട്ടില്. അപ്പൊ ഒരാള് ഓഫാണ്. അപ്പൊ ഞങ്ങള് രാത്രി നോക്കുമ്പോ ചെറിയ തോതിൽ മഞ്ഞ് പെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും പോയിട്ട് പുറത്തു പോയി നോക്കുക എങ്ങനെയുണ്ട് വീണ്ടുണ്ട് എന്തോരായി എന്നൊക്കെ.
എന്നിട്ട് നോക്കുമ്പോണ്ട് ആ പുറത്ത് നമ്മൾ ഫ്ലവർ വെക്കുന്ന ഒരു ടേബിൾ പോലത്തെ സാധനമുണ്ട് ചെടി വെക്കുന്നത്. അവിടെ പോയി നോക്കുമ്പോൾ അത് നിറയെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇനി വന്ന് നോക്കുമ്പോ ആ ഒരു ഗാർഡൻ ഫുള്ളായി. അങ്ങനെ ഞങ്ങളാണെങ്കിൽ പുറത്തേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അന്നാണെങ്കിൽ സ്നോ കാരണം സ്റ്റാഫൊക്കെ ലേറ്റ് ആയിട്ടാണ് വന്നത്. അതിന് എന്നിട്ടും ഞങ്ങള് പുറത്തിറങ്ങിയിട്ട് സ്നോ ഇങ്ങനെ വീണോണ്ടിരിക്കാം. അപ്പൊ നമ്മുടെ അവിടെയുള്ള കുറെ ഇല്ല റൂമിനെക്കാരൊക്കെയാണ്. അപ്പൊ അവര് പറയാം, നീ ആദ്യമായിട്ടാണോ കാണുന്നത്? നമ്മൾ പോയിട്ട് എല്ലാ റൂമിൽ നിന്നിട്ട് ഓരോ റെസിഡൻസ് വിളിച്ചിട്ട് പറയാം അപ്പൊ അവര് സ്നോയോ പുച്ഛം, അവർ കട്ടി പുച്ഛം. നമുക്ക് മാത്രം ഭയങ്കര എന്തോ ബുദ്ധിമുട്ടുള്ള സാധനം. അപ്പം നമ്മുടെ ബ്രൈഡിൻ്റെ സ്നോ കഥയൊക്കെ കേട്ടല്ലോ. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലിങ്ങിലേക്ക് വീണ്ടും കിടക്കാം. അപ്പോൾ നമ്മുടെ എക്സ്റ്റൻഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. എക്സ്റ്റൻഷൻ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബോപ്പിന് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്കുള്ള സെക്ഷനും അതേപോലെ തന്നെ എടുത്തിട്ട് ചെറിയ സെക്ഷൻ എടുത്ത് കേൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഹെയർ എക്സ്റ്റൻഷൻ ചെറിയ കളേർഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷനാണ് ബ്രൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കളറുള്ള എക്സ്റ്റൻഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കളേർഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ ആട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കുള്ള ഹെയർ ഓരോരോ സെക്ഷൻ എടുത്തിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് കേൾ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ തന്നെ ബാക്കിലെ ഫുൾ സെക്ഷൻ കേൾ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ബാക്കിലെ ഫുൾ സെക്ഷനൊക്കെ കേൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട് സൈഡിലെ ഹെയർ സ്റ്റൈലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ലൈൻസ് കൊടുത്തിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. ഫുള്ള് ഫ്രണ്ടിൽ നിന്ന് പിടിക്കുന്നില്ല, ഒരു ഹാഫ് മാത്രം പിടിച്ചിട്ടുള്ള അങ്ങനെ പിടിച്ചിട്ടേ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഐബ്രോൻ്റെ ആ ഒരു ഏരിയയിൽ ഐബ്രോൻ്റെ നേരെ മുകളിലേക്കുള്ള ഏരിയ വെച്ചിട്ട് ചെറിയൊരു സെക്ഷൻ എടുക്കുക. ഞാൻ എപ്പോഴും ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു സ്റ്റിക്ക് പുറകിൽ നമ്മുടെ എക്സ്റ്റൻഷനിൽ ഒന്ന് കുത്തി വെക്കും. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് സിമ്പിളായിരിക്കും. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യും. ഇപ്പം നമുക്ക് ഹെയർ വേറെ ആരുടെയും ഹെൽപ്പില്ലാതെ നമുക്ക് ഹെയർ സ്റ്റൈലും ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ ഹെയർ ലൈൻസ് ഇട്ട് കൊടുക്കും കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ വിരൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ലൈൻസ് വരുമല്ലോ. ഓൾറെഡി ക്രിമ്പ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് ഇങ്ങനെ ലൈൻ നമ്മൾ വിരലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ ലൈൻസ് വരും. ഇപ്പോൾ ഞാൻ ആ ലൈൻസിനെ ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ടാഫ്റ്റിൻ്റെ ഷൈനിങ് സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതേപോലെ ഒന്നും കൂടെ വിരൽ വെച്ചിട്ട് ഒന്നിങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഒതുങ്ങി നീറ്റായിട്ട് ഇരുന്നോളും കേട്ടോ. അതേപോലെ എൻ്റെ മേക്ക് ഓവറിൻ്റെ ഇൻസ്റ്റാ ഐ ഡി മേക്ക് ഓവർ ബൈ ജോസ്ന എന്നാണ് കേട്ടോ. എല്ലാവരും ചെക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എൻ്റെ കോൺടാക്ട് നമ്പറും കൂടെ ഞാൻ കൊടുത്തേക്കാം. നിങ്ങളുടെ ബിഗ് ഡേ ഞങ്ങളെ ഏൽപ്പിക്കണം എന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ. അതേപോലെ നമ്മൾ ഓൾ കേരള അല്ല, കേരളത്തിന് പുറത്തേക്ക് നമ്മൾ വർക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കോൺടാക്ട് ചെയ്യേണ്ടവർക്കൊക്കെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാ ഐ ഡി കയറി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ വർക്കും കാണാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ ശരിക്കും ടാഫ്റ്റിൻ്റെ നമ്പർ 5 എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് കളർ സെറ്റിംഗ് സ്പ്രേ നന്നായിട്ട് നന്നായിട്ട് സ്റ്റേ ചെയ്യും കേട്ടോ. നമ്മൾ ഹെയർ സ്റ്റൈൽ എന്താണോ ചെയ്തത് വൈകുന്നേരം വരെ നിൽക്കും ഈ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഞാൻ അത് വെച്ചിട്ട് നന്നായിട്ടൊന്നും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബാക്കിലുള്ള ഹെയർ യൂപ്പിന് വെച്ചിട്ട് നമ്മുടെ എക്സ്റ്റൻഷൻ്റെ ആ ഭാഗത്തേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബോപ്പിന് യൂസ് ചെയ്യാറില്ല ഇവിടെ. യൂപ്പിന് വെച്ച് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കത്തേ ഉള്ളൂ. നന്നായിട്ട് അവിടെ ഇരുന്നോളും, കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ബാക്കിലേക്ക് വന്ന ഹെയർ അതൊന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒത്തിരി ബാക്ക് കോംബ് ഒന്നും ചെയ്യാറില്ല. അത് ഒത്തിരി ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ ഒട്ടും വോളിയം തോന്നിക്കുന്നില്ലെങ്കിൽ മാത്രം ഞാൻ ഹെയർ ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അവരുടെ ഹെയർ നമ്മൾ ക്രിമ്പ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഒരു വോളിയം വരുമല്ലോ, ആ ഒരു വോളിയം വെച്ചിട്ട് തന്നെ ആയിരിക്കും കേട്ടോ ഹെയർ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ബാക്കി വന്ന ഫ്രണ്ടിലെ ഹെയറും നന്നായിട്ട് 2 സെക്ഷൻ എടുത്തിട്ട് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഹെയർ സ്റ്റൈലും ഫിനിഷായി. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്കിത് കാണുമ്പം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലിട്ടേക്കുന്ന ചെറിയ ഹെയറും ജസ്റ്റ് ഒന്ന് ടിപ്പ് മാത്രം ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രൈഡും ഹാപ്പിയാണ്. മേക്കപ്പിലും ഹെയറിലും ബ്രൈഡ് ഉദ്ദേശിച്ച പോലെ തന്നെ വന്നു കേട്ടോ. ബ്രൈഡിൻ്റെ സന്തോഷം ബ്രൈഡിൻ്റെ മുഖത്ത് കാണാൻ പറ്റും. ബ്രൈഡ് ഭയങ്കര ഹാപ്പിയായിരുന്നു.
ഞാൻ നന്നായിട്ട് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഞാൻ നന്നായിട്ട് ഹെയറിൽ അടിച്ചു കൊടുക്കും. അങ്ങനെ സെറ്റിംഗ് സ്പ്രേ തീരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ അടിക്കാതിരിക്കുകയൊന്നുമില്ല. നന്നായിട്ട് ഹെയറിൽ സെറ്റിംഗ് സ്പ്രേ അടിക്കും. കാരണം വൈകുന്നേരം വരെ നമുക്ക് അതേ ഒരു ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കണം. അതുകൊണ്ട് എപ്പോഴും സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒരു പിശുക്കും കാണിക്കരുത്. നന്നായിട്ട് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കണം കേട്ടോ. കേൾസിലൊക്കെ ഇല്ലെങ്കിൽ കാറ്റൊക്കെ അടിക്കുമ്പോൾ ആ കേൾസൊക്കെ ലൂസായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ സൈഡ് എടുത്ത ഫ്രണ്ടിലേക്ക് ഒരു സൈഡ് ഷോൾ വരുന്നു. ഇങ്ങനെ ഇടാനാണോ ഷോൾ വൺ സൈഡ് ഇടാനാണോ? ഇനി നമ്മൾ വൺ സൈഡ് ഹെയർ ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഹെയർ ഫ്രണ്ടിലേക്ക് ഇടുമ്പം കുറേ അങ്ങോട്ട് എടുത്തിടരുത്. എപ്പോഴും കുറച്ച് ആദ്യം ഇട്ട് നോക്കുക. എന്നിട്ട് ഇനി വേണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഇടുക. അല്ലാണ്ട് നമ്മൾ ആദ്യം കുറേ ഇട്ട് അങ്ങോട്ട് വെക്കരുത്. കുറച്ച് ഇട്ട് നമ്മുടെ ഫേസിന് സ്യൂട്ടാവുന്ന രീതിയിൽ ഹെയർ ഫ്രണ്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ ബ്രൈഡിനോട് നമ്മൾ സജഷൻ ചോദിക്കാനും മറക്കരുത്. നമ്മുടെ ഇഷ്ടത്തിന് മാത്രമല്ല നമ്മൾ ഹെയർ സ്റ്റൈലോ മേക്കപ്പോ ചെയ്യേണ്ടത്, അവരുടെ ഇഷ്ടത്തിനും കൂടെയാണ്. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് വേണം നമ്മൾ എന്തും ചെയ്യാൻ കേട്ടോ. നോക്കി ഹെയറൊക്കെ ഓക്കെ. തൊട്ടടുത്തൊന്ന് നോക്കോ, പേടിക്കണ്ട. നന്നായിട്ട് ഉറങ്ങി. സന്തോഷം. എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഇവിടെ വരെ നന്നായിട്ട് ഉറങ്ങി. ശരി, പപ്പയും മമ്മിയായിരുന്നു വേണ്ടത്. ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ? കൂട്ടിക്കൊണ്ട് വരാൻ പറയാം. ക്യൂട്ട് ഹെയർ ആക്സസറി അല്ലേ? എന്നെപ്പോലെ തന്നെയാണ്. അങ്ങനെ നമ്മൾ കമ്മലും കൂടി ഇട്ട് അങ്ങോട്ട് സെറ്റായിട്ടോ. എപ്പോഴും ഡ്രസ്സും മേക്കപ്പും ഹെയറും മാത്രമല്ല നമുക്ക് ശരിക്കും ഒരു ഫൈനൽ ലുക്ക് തരുന്നത്. ആ ഡ്രസ്സിന് ചേരുന്ന ഓർണമെൻറ്റ്സും എല്ലാം കൂടെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഫുള്ളൊരു ഫൈനൽ ലുക്ക് ഭയങ്കര ഭംഗിയാവുന്നത് കേട്ടോ. വെച്ചതായോണ്ട് വേണമെങ്കിൽ ഒഴിവാക്കാം. എന്താ ഇഷ്ടപ്പെട്ടോ ചുട്ടു വെച്ചിട്ട്? എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ഇത് കുറച്ച് സിമ്പിൾ ആയിട്ട് അങ്ങ് നോക്കോളും. ഇതാകുമ്പോ ഒരു ഇച്ചിരി ഹെവിയാണ്, പക്ഷെ ചേരുന്നു. എന്റെ സങ്കല്പം ചുട്ടി വെച്ചവര് വിട്ടില്ല. എങ്ങനെ വേണം? എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ചുട്ടി വെക്കാൻ തീരുമാനിച്ചിട്ട് ഞങ്ങൾക്ക് ചുട്ടി വെക്കണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ എന്തായിരുന്നെന്ന് വെച്ചാൽ മധുരം വെപ്പിൻ്റെ മേക്ക് ഓവർ ഞങ്ങൾ ഓൾറെഡി ഈ ചുട്ടി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെ വെക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ചുട്ടിയും കൂടെ വന്നപ്പോൾ ആട്ടോ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നു. ഭയങ്കര രസമായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ആ ഡ്രസ്സും അതിൻ്റെ കൂടെ ഈ ഓർണമെൻറ്റ്സും ഈ ചുട്ടിയും കൂടെ വന്നപ്പോഴത്തേന് സെറ്റായി. പിന്നെ നമ്മൾ ഫേസിൽ തന്നെ ഒന്നുകൂടെ ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ യൂറോപ്പ് ഗേളിൻ്റെ നേരത്തെ കാണിച്ച സെയിം ഹൈലൈറ്റർ തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഫിക്സിങ് സ്പ്രേ ആയിട്ടോ കൊടുക്കുന്നത്. ഇത് ഹർബൻ ഡിക്കേൻ്റെ ഫിക്സിങ് സ്പ്രേ ആണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഫിക്സിങ് സ്പ്രേ ആണ്. കുറച്ച് റേറ്റ് ഉണ്ടെങ്കിലും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പ്രേ ആണ് കേട്ടോ. നന്നായിട്ട് ഞാൻ ഫാൻ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താ പറയാനുണ്ട്? എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തലക്കൂടെ കിട്ടും മറ്റേ സീരിയലിലെ ഇതുപോലെയല്ലേ? പണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ വട്ടത്തിലുള്ള മൂക്കുത്തേക്ക് ഇട്ട് തൽക്കാലം വൺ സൈഡ് പിടിച്ചിട്ട് മറ്റേ ഗുരുവായൂർ ഹാർട്ട് ബീറ്റ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഉദ്ദേശിച്ചതിനേക്കാൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. യൂസ്ഫുള്ളായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുള്ളായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ മാക്സിമം എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ബ്രൈഡും ഭയങ്കര ഹാപ്പിയായിരുന്നു അന്നത്തെ ദിവസം. ഞാനും ഭയങ്കര ഹാപ്പിയായിരുന്നു.
അവരുടെ ബിഗ് ഡേക്ക് അവർ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നമുക്ക് റെഡിയാക്കി വിടാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അവരുടെ ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. അതേപോലെ പാവം ചേട്ടൻ, ഞങ്ങൾ മേക്കപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ചേട്ടാ ഫുൾ വ്ളോഗ് എടുത്ത് തന്ന് എൻ്റെ കൂടെ ഉറങ്ങാതെ നിന്നിട്ട് എല്ലാ വീഡിയോസും എടുത്ത് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വ്ളോഗ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ബ്രൈഡുമായിട്ട് വീണ്ടും കാണാം. ബൈ.